Ini
भारत माता, जय जय भारत माता, जय जय भारत माता, जय जय भारत माता. ഞങ്ങൾ നേടിയ വിജയത്തിന്, ഞങ്ങൾ നേടിയ വിജയത്തിന്, ഞങ്ങൾ നേടിയ വിജയത്തിന്, ഞങ്ങൾ നേടിയ വിജയത്തിന് പകരം വെക്കാനാവില്ല, പകരം വെക്കാനാവില്ല. ഒത്തുകളിച്ചോ CPM, ഒത്തുകളിച്ചോ CPM, ഒത്തുകളിച്ചോ കോൺഗ്രസ്, ഒത്തുകളിച്ചോ കോൺഗ്രസ്. ജനവിധിയെ മാനിക്കാം, ജനവിധിയെ മാനിക്കാം, ജനവിധിയെ മാനിക്കാം, ജനവിധിയെ മാനിക്കാം. ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. ഞങ്ങളെ പ്രിയനാം, ഞങ്ങളെ പ്രിയനാം സുരേഷ് ഗോപി MPയെ, സുരേഷ് ഗോപി MPയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ കോൺഗ്രസുകാരെ, ശ്രമിക്കുന്നവരെ കോൺഗ്രസുകാരെ. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. അവിടെ പ്രിയമുള്ളവരെ, നമുക്കറിയാം ജനാധിപത്യ മാർഗത്തിലൂടെ ഇവിടെ വിജയിച്ച സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഇവിടുത്തെ നരാധവന്മാരായിട്ടുള്ള CPMന്റെ ചില ആളുകൾ ഇന്ന് അവരുടെ ഓഫീസിലേക്ക് കരിയോയലൊഴിക്കുന്ന സംഭവമുണ്ടായി. ജനാധിപത്യ മര്യാദകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ഈ CPM എന്ന സംഘടനയ്ക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ പ്രസിഡന്റ് സബീഷ് പരുവയ്യരെ ഞാൻ സാദരവും ക്ഷണിക്കുകയാണ്. ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ജേക്കബ്, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു, അതുപോലെ തന്നെ ഒല്ലൂർ മണ്ഡലത്തിന്റെ അധ്യക്ഷൻ അശ്വിൻജി, തൃശൂർ ഈസ്റ്റ് മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി നിമേഷ്, മറ്റ് എല്ലാ സഹപ്രവർത്തകർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി ഈ CPMന്റെ ഓഫീസിലേക്ക് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദയനീയമായി പരാജയപ്പെട്ട ആ പരാജയം ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഇവർ ആദ്യ സമയങ്ങളിൽ പറഞ്ഞു പൂരം കലക്കിയത് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് പറഞ്ഞു. തൃശൂർ പൂരം കലക്കിക്കൊണ്ടാണ് BJP വിജയിച്ചത് എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയാണ് BJP വിജയിച്ചതെന്ന് പറയുന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ വോട്ടർ പട്ടികയിലും പരിശോധന നടത്തി അതിന്റെ പത്രദൃശ്യ മാധ്യമങ്ങൾ പുറത്തു വരുമ്പോൾ CPMന്റെ MLA-മാർ വിജയിച്ചിരിക്കുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ, കോൺഗ്രസിന്റെ MLA-മാർ വിജയിച്ചിരിക്കുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ, കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ നിന്ന് വിജയിച്ച UDFന്റെ MP-മാർ വിജയിച്ച പാർലമെന്റ് മണ്ഡലങ്ങളിൽ എല്ലാ തരത്തിലും ഈ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ നടന്നത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കേരളം ഭരിക്കുന്ന CPMന്റെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിച്ചിരിക്കുന്നത്. അവരുടെ കഴിവില്ലായ്മ, അവരുടെ പ്രവർത്തന രഹിതമായിട്ടുള്ള പ്രവർത്തനം, അതിന്റെ അനന്തരഫലമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ടുള്ള നിയോജക മണ്ഡലം, അസംബ്ലി മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലം വോട്ടർ പട്ടികയിലും ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. പക്ഷേ CPM-ഉം കോൺഗ്രസും തൃശൂരിൽ മാത്രം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശൂരിൽ ബഹുമാനപ്പെട്ട MP-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മാർച്ച് നടത്തും, പ്രതിഷേധം സംഘടിപ്പിക്കും. പക്ഷേ
അവിടെ MP ഓഫീസിന് വഴി, അതുപോലെ പ്രവർത്തകർക്കും പബ്ലിക്കായിട്ടുള്ള ആളുകൾക്കും അവിടെ വരുമ്പോൾ അവർക്ക് ഓഫീസിലേക്ക് വരാൻ വേണ്ടി ഓഫീസിന്റെ പേരും സുരേഷ് ഗോപിയുടെ പേരും എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൽ കരിവായിൽ ഒഴിച്ചിരിക്കുന്നു CPM-കാര്. ആ രീതിയിലാണ് CPM സമരം നടത്താൻ തയ്യാറാകണമെങ്കിൽ ഞങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് തയ്യാറ്. കാരണം ഈ സമയത്ത് ഞങ്ങൾ വിളിച്ചുകൂട്ടിയ, ഈ സമയത്ത് നിശ്ചയിച്ച വെറും 10 മിനിറ്റ് കൊണ്ട് വിളിച്ചുകൂട്ടിയ ഉറച്ച പ്രവർത്തകർ മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാർച്ചുമായി വന്നിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരെയും അണിനിരത്താൻ CPM ഇടവരുത്തരുതെന്നാണ് പറയാൻ സാധിക്കുന്നത്. കാരണം CPM കായികപരമായിട്ടാണ് മുട്ടാണെങ്കിൽ മുട്ടിയ സ്ഥലത്തെല്ലാം CPM അടിയറവ് വെച്ചിട്ടുള്ള ചരിത്രമാണ് കേരളത്തിലുള്ളത്. 1942 മുതൽ നിങ്ങൾ ഈ കേരളത്തിൽ ചോരക്കളി തുടങ്ങിയതാണ്. ആ ചോരക്കളി ഈ തൃശൂരും വീണ്ടും ആരംഭിക്കാനാണ് CPM തയ്യാറെങ്കിൽ യാതൊരു സംശയവുമില്ല അതിനെ അതിന്റേതായ രീതിയിൽ പ്രതിരോധിക്കാൻ BJP തയ്യാറാവും. നിങ്ങൾ കണക്കുകൾ പരിശോധിച്ചോ? കേരളത്തിന്റെ രാഷ്ട്രീയ കണക്കുകളിൽ നിങ്ങൾ നടത്തിയ കൊലപാതക രാഷ്ട്രീയ കണക്കുകളിൽ കൂട്ടിയും കിഴിച്ചാൽ പ്രതിരോധത്തിന്റെ സംവിധാനം തീർത്ത സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ചരിത്രം ഇവിടെ തുടങ്ങാൻ നിങ്ങൾ ആരംഭം കുറിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. കാരണം ഒരു MP നിയമപരമായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സാമാന്യമായി അതിനെ അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ മര്യാദ ഉണ്ടാകണം. അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. പക്ഷേ പ്രതിഷേധത്തിന്റെ ശൈലി അത് ജനാധിപത്യ രീതിയിലാവണം. അത് മറികടന്ന് ആക്രമണത്തിന്റെ രീതിയിലാണെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും അറിയാം. കാരണം CPM-ന്റെ നേതാക്കന്മാര് ഈ തെരുവാരത്തുകൂടെ നടക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാന പ്രവർത്തകരുടെയും അനുവാദം മേടിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് നന്നായിട്ടറിയാം തൃശൂർ ജില്ലയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ശക്തി. അതുകൊണ്ട് ശരീരം കൊണ്ടും കായികപരമായി നേരിടാനാണ് തീരുമാനമെങ്കിൽ അതേ രീതിയിൽ തയ്യാറാകേണ്ടി വരും. ഇവിടെ ജനാധിപത്യ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. ഏതോ 1-2 ബൂത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് പറഞ്ഞ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ച 75,000 വോട്ടിന് വിജയിച്ച ബഹുമാനപ്പെട്ട MP-യെ അപകീർത്തിപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ നിങ്ങളുടെ MLA-മാര് വിജയിച്ച സമയത്ത് ഈ തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ നിങ്ങളുടെ MLA-മാർക്ക് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷവും മുഴുവൻ വോട്ടും കൂട്ടിയാൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ BJP-ക്ക് വിജയിച്ച MP കിട്ടിയ വോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അസംബ്ലി മണ്ഡലത്തിൽ വിജയിച്ച MLA-മാര് ഇതുപോലെ കൃത്രിമം കാണിച്ചിട്ടാണോ വിജയിച്ചത്? 60,000-ഉം 62,000-ഉം വോട്ട് പിടിച്ച് നിങ്ങളുടെ MLA-മാര് വിജയിച്ചിട്ടുണ്ടല്ലോ. ആ അസംബ്ലി മണ്ഡലത്തിലെല്ലാം കൃത്രിമം നടത്തിയിട്ടാണോ? മറുപടി പറയണം CPM. അപ്പോ കേവലം തിരഞ്ഞെടുപ്പ് പരാജയത്തെ ഉൾക്കൊള്ളാനാവാതെ ഈ രീതിയിലാണ് നേരിടാൻ തയ്യാറെങ്കിൽ യാതൊരു സംശയവുമില്ല അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തയ്യാറാവുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എനിക്ക് സംസാരിക്കാനുള്ളത് ഈ നാട്ടിലെ CPM-ന്റെ സഖാക്കളോടാണ്. 2024 ജനാധിപത്യ പോരാട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയൊരു നേട്ടം നേടിയിരിക്കുന്നു. ആ നേട്ടത്തിൽ വിളറിപ്പൂണ്ട CPM വീണ്ടും അക്രമത്തിന്റെ പാതയിലേക്ക് തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. ആ തിരിച്ചുപോക്കിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളെ പിടിച്ചിറക്കുകയാണ് എങ്കിൽ ഞങ്ങൾ വീണ്ടും അക്രമത്തിന്റെ പാതയിലേക്ക് തന്നെ തിരിച്ചു പോകുവാൻ തയ്യാറാണ്. ഈ ഭാരതത്തിലെ 22 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും CPM എന്ന് പറയുന്ന 80 വയസ്സുകാരൻ ഭരിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയും കൂടി പോരാടാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ ആ പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് യാതൊരു സംശയവും കൂടാതെ ഞാൻ വെറും നിമിഷങ്ങൾക്കകം ഈ 100 കണക്കിന് സംഘപരിവാർ പ്രവർത്തകരെ ഈ തൃശൂർ നഗരത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നാളെ
ഞങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈ തൃശൂർ സിറ്റിക്കുള്ളിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് സംഘപരിവാർ പ്രവർത്തകരെ കൊണ്ട് ഈ തൃശൂർ നഗരത്തെ നിറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിയുക പ്രിയപ്പെട്ട സഖാക്കളെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അധികം നിർപ്പിക്കുന്നില്ല, സമയം ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. जय जय बीजेपी, जय 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 बीजेपी. भारत माता की जय, भारत माता की जय, भारत माता की जय. ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആദരണീയനായിട്ടുള്ള പാർട്ടിയുടെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ചേട്ടനെ ക്ഷണിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ ബാബു, പാർട്ടിയുടെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ സബീഷ് ടി, പാർട്ടിയുടെ ഒല്ലൂർ മണ്ഡലം അധ്യക്ഷൻ ശ്രീ അശ്വിൻ വാര്യർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള സൗമ്യ, സലേഷ്, വിൻഷി, മുരളിച്ചേട്ടൻ, മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ഇന്നേ ദിവസം ഈ സന്ധ്യാസമയത്ത് ഇത്തരത്തിലേക്കുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുവാൻ കാരണം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് വിജയിച്ച പ്രിയപ്പെട്ട സുരേഷ് ഗോപി MP-യുടെ ഓഫീസിനു നേരെ ഇന്ന് വൈകിട്ട് CPM നടത്തിയ പ്രകടനത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനു നേരെ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാലിടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി CPM-കാരോട് ഒന്നേ സൂചിപ്പിക്കാനുള്ളൂ. ഇപ്പൊ ഈ നിൽക്കുന്ന കാക്കിയിട്ട യജമാന്മാരും ഈ ഷീൽഡും ഈ ലാത്തിയെ കൊണ്ടൊന്നും ഭാരതീയ ജനതാ പാർട്ടി വിചാരിച്ചാൽ തടഞ്ഞു നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതിന്റെ അകത്തെത്തുവാനാണ് ഞങ്ങളുടെ തീരുമാനമെങ്കിൽ അകത്തെത്തുക തന്നെ ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നടത്തിയത് ഒരു സൂചന മാത്രമാണ്. നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74,673 വോട്ടിന് പ്രിയപ്പെട്ട സുരേഷ് ഗോപി MP തെരഞ്ഞെടുക്കപ്പെട്ടു. നിരവധി അവസരങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, വോട്ടർ പട്ടികയിൽ അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള അവസരമുണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഇവിടെ ഗ്രൂപ്പ് കളിച്ച് നടന്നിരുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ വിജയത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിലെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കണ്ടതാണ്, ഒരു ചുടുചുംബനം കൊണ്ടാണ് മുരളീധരനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതാപൻ കാലുവാരിയത്. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതുപോലെ അസംഘടിതമായിട്ടുള്ള കോൺഗ്രസ് സംവിധാനവും അസംഘടിതമായിട്ടുള്ള CPM സംവിധാനവുമായിരുന്നു തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേരിട്ടത്. ഞങ്ങളുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ട് നേടിയ വിജയം, ആ വിജയം അംഗീകരിക്കുവാൻ CPM-ഉം കോൺഗ്രസും തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. മുൻ മന്ത്രി സുനിൽകുമാർ സൂചിപ്പിച്ചു, പരാജയമായി കാണണം, പരാജയത്തെ സമ്മതിക്കണം. അല്ലാതെ മാനസിക രോഗിയെ പോലെ സുരേഷ് ഗോപിയെ തെറിവിളിച്ചത് കൊണ്ടോ ഭാരതീയ ജനതാ പാർട്ടിയെ തെറിവിളിച്ചത് കൊണ്ടോ സുരേഷ് ഗോപി MP-യുടെ ഓഫീസിലേക്ക് ജാഥ നടത്തിയത് കൊണ്ടോ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവില്ല. നിങ്ങൾ സ്വയം ഉണ്ടായിട്ടുള്ള പരാജയത്തെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും തയ്യാറാവണം. അന്തിക്കാട് പോലെയുള്ള മോസ്കോ എന്ന് അറിയപ്പെടുന്ന അന്തിക്കാട് പഞ്ചായത്തിൽ, സുനിൽകുമാറിന്റെ സ്വന്തം പഞ്ചായത്തിൽ, ഇടതുപക്ഷത്തിന് 4 MLA-മാരെ സമ്മാനിച്ച പഞ്ചായത്തിൽ എങ്ങനെ CPM പിന്നിൽ പോയി? തൃശൂർ കോർപ്പറേഷൻ, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, 36ഓളം ഗ്രാമപഞ്ചായത്തുകൾ, ഇതിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടി ലീഡ് നേടി. ആ ലീഡ് അംഗീകരിക്കുവാൻ CPM തയ്യാറാവണം. വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയിച്ച സുരേഷ് ഗോപി MP-യെ അംഗീകരിക്കുവാൻ ഇടതുപക്ഷവും വലതുപക്ഷവും തയ്യാറാവണം. ആദ്യ റൗണ്ട് സുരേഷ് ഗോപി MP വിജയിച്ച സമയത്ത് ലൂർദ് മാതാവും സ്വർണ്ണ കിരീടവുമായിരുന്നു ഇടതുപക്ഷവും കോൺഗ്രസും ചർച്ചയാക്കിയത്. പിന്നീട് അങ്ങോട്ട് തൃശൂർ പൂരം കലക്കി നേടിയ വിജയമെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് കണ്ടിപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടെന്ന് പറഞ്ഞു. 3 തരം ആരോപണങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടയില്ല വെടികളായി പ്രചരിപ്പിക്കുകയാണ്. ഉണ്ടയില്ല വെടിപൊട്ടിക്കുകയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടയില്ല വെടിപൊട്ടിക്കുകയാണ്.
പക്ഷേ ഇതിലൊന്നും പതറുന്നതല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനവും. നിങ്ങളെ കാത്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയമാണ്. തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ആരാധനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. ബഹുമാനരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ ജില്ലാധ്യക്ഷനടക്കമുള്ള നേതാക്കന്മാർ, ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന കഴുതക്കാമം എന്താ പറയാ കരഞ്ഞു തീർക്കുക എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ തെമ്മാടി തരത്തിലേക്കാണ് പോകുന്നത്. ആരുടെ ബോർഡിലേക്കാണ് ഇവർക്ക് കരിയോയിൽ ഒഴിക്കാനും അതുപോലെ തന്നെ ചെരുപ്പുമാലയിടാനും അതിന് കാക്കിയിട്ടവന്മാരുടെ സംരക്ഷണം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ അഭ്യാസ തരങ്ങളും കാണിച്ച് നാട്ടാലുണ്ടെങ്കിൽ നാറികളെ നിങ്ങൾ മത്സരിച്ച് ഞങ്ങളുടെ മുമ്പിൽ ജയിക്ക്. അല്ലാതെ രാഷ്ട്രീയപരമായ പാപ്പരത്വം കാണിക്കുന്നിടത്തല്ല നിങ്ങളുടെ നിലപാടുകൾ എന്ന് പറയപ്പെടുന്നത്. എവിടെയായിരുന്നു VS സുനിൽകുമാർ എന്ന് പറയപ്പെടുന്നവൻ? എവിടെയായിരുന്നു ഈ തൃശൂർ മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂട്ടുനിന്നു കൊടുത്ത M മുരളീധരൻ എന്ന് പറയപ്പെടുന്നവൻ? സുരേഷ് ഗോപി 5 വർഷം ഇവിടെ ഉണ്ടായിരുന്നിട്ടും, നിങ്ങളുടെ സുനിൽകുമാർ ഇവിടെ വർഷം ഉണ്ടായിരുന്നിട്ടും, ഇവിടെ MLA ആയിരുന്നവൻ തോറ്റ് തുന്നം പാടി പുറകോട്ട് പോയ സമയത്ത് അതിന്റെ ധിക്കാരമോ അതിന്റെ ധൈര്യമോ അതിന്റെ കണ്ണീരോ തീർക്കാനുള്ള ഇടമില്ല MP-യുടെ ഓഫീസ് എന്നുള്ളത് CPM-ന്റെ വേട്ടന്മാർ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇവിടെ വോട്ട് ചേർത്തി ആരാ വോട്ട് ചേർത്തിയ ചരിത്രം ഈ കേരളത്തിലുള്ളത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വീടുകൾ, അവരുടെ ഓഫീസുകൾ, അവരുടെ CIT-യുടെ ഓഫീസുകൾ, അവരുടെ നിരവധി ഓഫീസുകളെല്ലാം കൃത്യമായിട്ട് 80, 100, 150 വോട്ടുകൾ ചേർത്തി അതിലൂടെ വോട്ട് ബൂത്ത് പിടുത്തം നടത്തി അതിലൂടെ കള്ളവോട്ടുകൾ ചെയ്ത് ഇവരൊക്കെ നടത്തിയിരുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്വം ഇന്ന് അത് BJP-യുടെ നെഞ്ചത്തേക്ക് BJP ജയിക്കുമ്പോൾ അങ്ങ് കെട്ടിവെക്കാമെന്ന് ഇവർ കരുതിയാൽ, അതിന്റെ പേരിൽ ഇവിടെ ഒരുത്തിനെ വിട്ട് ഇവരങ്ങൊരു അഭ്യാസം കളിക്കാമെന്ന് പറഞ്ഞാൽ, അത് തൃശ്ശൂരിനകത്ത് ഒരു പാർലമെന്റ് സീറ്റിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള പ്രാപ്തി ഈ പാർട്ടിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ പോലെയുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യാനും നിന്നെ പോലെയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാനും ഈ പാർട്ടിയും മനസ്സിലാക്കി കൊള്ളുക. എവിടെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാകുന്നത്? പോയി ചോദിക്കണോ CPI-യുടെ ഓഫീസിലെ സുനിൽകുമാർ എന്ന് പറയപ്പെടുന്നവരുണ്ടല്ലോ, സ്വന്തം പഞ്ചായത്തിൽ എന്തുകൊണ്ട് അവൻ പുറകെ പോയി എന്ന് ചോദിക്കാനുള്ള നട്ടല് കാണിക്കണോ കമ്മ്യൂണിസ്റ്റുകാരാ? സ്വന്തം ബൂത്തിൽ എന്തുകൊണ്ട് സുനിൽ പരാജയപ്പെട്ടു എന്ന് ചോദിക്കാനുള്ള നട്ടല് കാണിക്ക്. സ്വന്തം മണ്ഡലത്തിൽ ആരാ തൃശ്ശൂരിലെ MLA? ബാലേന്ദ്രനല്ലേ? ഓന്റെ പ്രവർത്തനം കൊണ്ട് എന്താ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാഞ്ഞ്? ആരാ ഒല്ലൂര്? അന്റെ മന്ത്രി രാജയല്ലേ? എന്നിട്ട് എന്താ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാഞ്ഞ്? ആരാ പുതുക്കാട്? രാമേന്ദ്രനല്ലേ? നിങ്ങളെ ഈ ജില്ലവല്ലേ? എന്താ നിങ്ങൾക്ക് സാധിക്കാഞ്ഞ്? ആരാ നാട്ടികയിൽ മുകുന്ദൻ? CPI-യുടെ മുകുന്ദനല്ലേ? എന്താ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ സാധിക്കാഞ്ഞത്? ആരാ ഇരിഞ്ഞാലക്കുടയിലെ കൊടികുത്തി വാദ ബിന്ദു ടീച്ചറല്ലേ? എന്താ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ സാധിക്കാഞ്ഞത്? ആരാ മണലൂര്? മുരളിയില്ല അവിടെ? മുരളിക്ക് എന്തേ ഇവർക്ക് ലീഡ് നേടിക്കൊടുക്കാൻ സാധിക്കാഞ്ഞത്? അപ്പൊ പരാജയപ്പെട്ടവൻ മുരളി, പരാജയപ്പെട്ടവൻ രാമേന്ദ്രൻ, പരാജയപ്പെട്ടവൻ ബാലേന്ദ്രൻ, പരാജയപ്പെട്ടവൻ രാജൻ, പരാജയപ്പെട്ടവൻ മുകുന്ദൻ. ഇനി കുന്നംകുളത്ത് ചെന്നാൽ അവിടെയും നിങ്ങൾ പരാജയപ്പെട്ടു. കുന്നംകുളത്തല്ല, ഗുരുവായൂരിൽ ചെന്നാൽ അവിടെയും നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ ദയനീയത, അതിന്റെ സങ്കടം പോയി പാർട്ടി ഓഫീസിൽ പോയി ഇന്ന് നെഞ്ചത്തടിച്ച് കരയണോ? അതിനെ കൂട്ടുനിന്നവരല്ലേ ഈ ഓഫീസിൽ ഇരിക്കുന്നവർ? ആരബിയല്ലമാരെ ഒരു പാട്ടമറക്കാൻ പോയിരിക്കുകയായിരുന്നോ? ഇവിടെ വോട്ട് ചേർക്കുന്ന സമയത്ത് ഇവിടെ വോട്ടുകൾ ചേർത്ത് അത് കൃത്യമായി രേഖ കൊടുത്ത് അത് ചട്ടപ്രകാരം ലിസ്റ്റിൽ വരുത്തി ആ ലിസ്റ്റ് പ്രകാരം കൃത്യമായി വോട്ട് ചെയ്യാൻ ഇവിടെ അധികാരമുള്ളപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയ ഇലക്ട്രൽ ലിസ്റ്റിൽ ഉള്ള പേരുകാർക്ക് ആധാർ കാർഡുമായി വന്നാൽ വോട്ട് ചെയ്യാമെന്ന് ഭാരതത്തിൽ നിയമമിരിക്കെ ആ നിയമപ്രകാരം ചെയ്ത വോട്ടുകൾ അത് കള്ളപരമായി ചേർത്തിട്ടാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഇരിക്കുന്നത് ഈ പാർട്ടി ഓഫീസിലാണ്. ആ പാർട്ടി ഓഫീസിൽ അവർ ചെയ്ത കള്ളത്തരങ്ങൾ ഇതാ പൊളിയാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അതിന് കാണിക്കുന്ന ഗിമ്മിക്കുകൾ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ നട്ടലുണ്ടെങ്കിൽ ജയിക്ക്. സുരേഷ് ഗോപിയോട് മുട്ടി ജയിക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ സാധിക്കേ. അതിനുശേഷം ഞങ്ങളോട് നിങ്ങൾ വർത്തമാനം പറയാൻ വാ. നിങ്ങളുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എന്റെ സുനിൽകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരാതി ഉന്നയിക്കാഞ്ഞ് ആർക്കെതിരാ സുനിൽകുമാർ പരാതി ഉന്നയിച്ചേ? ഇടതുപക്ഷത്തിന്റെ ചെയർമാൻ ആരാ? നിങ്ങൾക്കറിയാലോ, മുൻ സംസ്ഥാന സമിതി അംഗം CPM-ന്റെ ഓനായിരുന്നില്ലേ ഇവിടുത്തെ ചെയർമാൻ? അദ്ദേഹം വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞതാരാ? സുനിലല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചതിച്ചു പറഞ്ഞതാരാ? സുനിലല്ലേ? താമര ചെളിയിൽ വിരിയുള്ളൂ, ഞാൻ ലോകസഭയിൽ ഉണ്ടായിരിക്കും,
സ്വപ്നം കണ്ടതാരാ? സുനിലല്ലേ? എന്നിട്ട് സ്വപ്നം പൊളിഞ്ഞ സമയത്ത് അരിയും തിന്ന് നാട്ടുകാരെയും കടിച്ച് പാട്ടിക്ക് മുറുമുറുപ്പ് എന്ന രീതിയിൽ സുനിൽ കിടന്ന് കരഞ്ഞാൽ, സുനിൽ കിടന്ന് മോങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യത കേരളത്തിലെയോ തൃശ്ശൂരിന്റെയോ BJP-യുടെ നേതാക്കന്മാർക്കോ പ്രവർത്തകർക്കോ സാധാരണക്കാർക്കോ ഇല്ല. തൃശ്ശൂരിലെ വോട്ടർമാരെ വെല്ലുവിളിക്കല്ലേ സുനിൽ ചെയ്യുന്നേ? തൃശ്ശൂരിലെ വോട്ടർമാർ 2019, 2021, 2024 എത്ര വോട്ടുകളുണ്ട്? എത്ര വോട്ടുകൾ വർദ്ധിച്ചു? എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ടുകൾ? എവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ? ആ വോട്ടുകൾ BJP-യിലേക്ക് വരുന്നുണ്ട്, BJP-യിൽ വന്നിട്ടുണ്ട്, BJP-യിൽ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടം. അതിനെ തടയാൻ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് MLA-മാർക്ക് സാധിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ മുൻ MP-മാർക്ക് സാധിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ ഇങ്ങനെ അണിഞ്ഞു നിരക്കുന്ന 6 ഇത്തിക്കണ്ടപ്പന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ, 7 ഇത്തിക്കണ്ടപ്പന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ അതിന്റെ കുറ്റം BJP-ക്കാണോ? സുരേഷ് ഗോപിക്കാണോ? അത് സ്വന്തം പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് കൂടി തീരുമാനിച്ചപ്പോ നിങ്ങൾ ഈ വോട്ടേഴ്സിന്റെ പ്രശ്നം പറഞ്ഞോ? നിങ്ങൾ ഈ പ്രശ്നം പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എപ്പോഴാണ് പൊട്ടിമുളയ്ക്കപ്പെടുന്നത്? ഇപ്പൊ രാഹുൽ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃത്വത്തിലിരിക്കുന്ന ഏറ്റവും വലിയ വിദ്യാസുരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ പോലും ഇല്ലാതെ അയാളുടെ വാക്കും കേട്ട് ഇങ്ങനെ പേറി നടക്കുക. അത് നടക്കുമ്പോ അതിന്റെ ചൊരക്ക് തീർക്കേണ്ടത് സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ മുമ്പിലല്ലെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ നിർത്ത്, നിങ്ങൾ കൂലിക്ക് കൊടുത്ത് നിങ്ങളുടെ അടുക്കാൻ ഇറങ്ങിയതായിട്ടുള്ള പോലീസുകാരെല്ലാം അത്തിക്കൊടുത്തു വിടുക. ഞങ്ങൾക്ക് അതിനൊന്നൊരു ഭയമില്ല. ഇന്ന് ഇവിടെ ഈ സമയത്ത് ഇത്ര പേരുണ്ടെങ്കിൽ നമുക്ക് കാണാം, നാളെയും മറ്റന്നാളും കാണാം. ആയിരക്കണക്കിന് പ്രവർത്തകരെ നിർത്തി ഞങ്ങളും കൈകാര്യം ചെയ്യാം. നാട്ടിലുണ്ടെങ്കിൽ മുട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുരേഷ് ഗോപിയോട് കൊഞ്ഞനം കുത്താൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ കോടിച്ച് പട്ടികൾ അമ്പിളിയമ്മ അവനെ നോക്കി കുറച്ചാൽ അതിന്റെ പ്രഭ സർക്കാരിന്റെ നരേന്ദ്രമോദി ക്യാബിനറ്റിലാണ് സുരേഷ് ഗോപി ഇരിക്കുന്നതെങ്കിൽ കൃത്യമായി ഇടതുപക്ഷം പറഞ്ഞോ, തൃശൂർ കോർപ്പറേഷനിൽ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് തിരശീല വീഴുമെന്നുറപ്പുള്ള സമയത്ത് അവർക്ക് വെപ്രാളം കാണും, അവർക്ക് വെപ്രാളം കാണും. ആ വെപ്രാളത്തിന്റെ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഇനിയുള്ള കാലഘട്ടം ഈ തൃശൂരങ്ങാടിയിൽ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളാകുന്നത് BJP-യുടെ MLA-മാരും BJP-യുടെ കൗൺസിലർമാരും BJP-യുടെ MP-മാരുമായിരിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഴുതി വെച്ചോ. അന്ന് ഈ കാർഷിക ഓഫീസിൽ നിന്ന് നിങ്ങൾ പറയേണ്ടി വരും, ദാസ വിജയ നമുക്കൊരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു, അത് BJP-ക്കാർ കൊണ്ടുപോയി. എന്നെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് once upon a time CPIM എന്ന് പറയപ്പെടുന്ന നശിച്ച ഒരു സംഘടന ഈ രാജ്യത്തുണ്ടായിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങളെ ചട്ടക്കൂടിലേക്ക് ഞങ്ങൾ നിർത്തുകയുള്ളൂ എന്ന് കൃത്യമായി പറയാം. സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്കൊന്നും നിങ്ങൾ വരണ്ട. സുരേഷ് ഗോപി അതും കൊണ്ടൊന്നും പേടിക്കില്ല. അല്ലെങ്കിൽ ഈ പേട്ടക്കടുക്കൾ പാടിച്ചാൽ പേടിക്കുന്നവരാണ് സുരേഷ് ഗോപി. ഇതിനേക്കാൾ വലിയ പെരുന്നാൾ കണ്ടിട്ട് സുരേഷ് ഗോപി ഭയപ്പെട്ടിട്ടില്ല. സുരേഷ് ഗോപിക്ക് വോട്ട് മേടിക്കാനും അറിയാം, സുരേഷ് ഗോപിക്ക് പ്രവർത്തിക്കാനും അറിയാം, സുരേഷ് ഗോപിക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നും അറിയാം, സുരേഷ് ഗോപിക്ക് എവിടെ പ്രവർത്തിക്കണമെന്നും അറിയാം, സുരേഷ് ഗോപിക്ക് വികസനം എങ്ങനെ കൊണ്ടുവരണമെന്നും അറിയാം. സുരേഷ് ഗോപിയൊന്നും പഠിപ്പിക്കാൻ ആയിട്ടില്ല മക്കളെ നിങ്ങൾ ആരും. സുനിൽകുമാർ ഇനിയും 4.5 വർഷം കരയും, ഇനിയും കരയും. അത് കഴിഞ്ഞാൽ നിയമസഭയിൽ സീറ്റ് കിട്ടിയാൽ ഓൻ അപ്പോഴും കരയേണ്ടി വരും. തോറ്റ് തുന്നമ്പാടി തൃശൂർ അങ്ങാടിയിൽ തൊപ്പിയിട്ട് നടക്കുന്നത് കാണാം സുനിൽകുമാറിനെ. ഒരു സംശയവും വേണ്ട. അടുത്ത പാർലമെന്റിൽ സുനിൽകുമാറെ വെല്ലുവിളിക്കുന്നു. നാട്ടിലുണ്ടെങ്കിൽ മത്സരിക്കണോ BJP-ക്കൊപ്പം? അന്നെ ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് എത്തിക്കും എന്നുള്ളത് ഇവിടെ പ്രതിജ്ഞയെടുക്കാൻ ഞങ്ങളുടെ തന്നെയാണ്. സുനിൽകുമാറെ 3ാം സ്ഥാനത്തേക്ക് എത്തി ഞങ്ങൾ ഈ തൃശ്ശൂരങ്ങാടിയെ എഴുതി വെച്ചോ. രാഷ്ട്രീയത്തിൽ ഏത് വ്യക്തികളോടും രാഷ്ട്രീയമാകാം, അത് ആദർശമാകണം, അത് പ്രത്യയശാസ്ത്രമാകണം, അത് രാഷ്ട്രീയ ലക്ഷ്യമാകണം, അത് വികസനമാകണം, അത് സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാടായിരിക്കണം. അല്ലാതെ തോറ്റ സമയത്ത് വിലൊളിച്ച് അനാവശ്യമായ തൃശ്ശൂർ പൂരം കൊണ്ട് നടന്നില്ലേ? എന്താ ജോസ് വള്ളൂര് പോയത്? എന്താ അനിലക്കര പോയത്? എന്താ MP വിൻസെന്റ് പോയത്? മുരളീധരൻ എന്താ പറഞ്ഞേ? ഇടത്ത് നിന്ന് അനിലും വലത്തു നിന്ന് വിൻസെന്റും ഞങ്ങളെ പറ്റിച്ചു. മുന്നിൽ നിന്ന് ആര് പറ്റിച്ചു? വള്ളൂര് പറ്റിച്ചു. പിന്നെ പ്രതാപൻ ഇങ്ങനെ തലോടി കൊടുത്ത് അയരിക്ക് വെച്ചു കൊടുത്തു. പറഞ്ഞത് ഞങ്ങളല്ല, K മുരളീധരനാ. എന്നിട്ട് ഇപ്പോ
തൃശ്ശൂർ പൂരം കലക്കി പോകാൻ വീണ്ടും തലപൊന്തിച്ചു വന്നു. പൂരം അതും കഴിഞ്ഞു. അപ്പൊ ദേ കൊണ്ടുവന്നിരിക്കുന്നു വേറെ വാറോല. അന്റെ വാറോല കെട്ടിമുക്കി കോഴിക്കോട്ട് കൊണ്ടുവച്ചോ. അത് തൃശ്ശൂരങ്ങാടിയിൽ ചെലവാവില്ലെന്ന് മുരളീധരനും മനസ്സിലാക്കിക്കൊള്ളുക. 50 കൊല്ലം കഴിഞ്ഞാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അപ്പുറത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയോ ഈ തൃശ്ശൂരങ്ങാടിയിൽ ഇനി MLA മാരുണ്ടാകില്ല, MP മാരും ഉണ്ടാകില്ല. അത്രയ്ക്കും പ്രാപ്തിയുള്ള രാഷ്ട്രീയ സംഘടനാ സംവിധാനത്തിലേക്ക് BJP വളർന്നു കഴിഞ്ഞുവെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കഴിവുറവാടോ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് അവിടെ ഇരുന്നോ. വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ രാഷ്ട്രീയ സമരം അതൊരു സൂചനാ സമരമാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾ ഈ യുദ്ധം തുടങ്ങിയാൽ ഒരു സംശയവും വേണ്ട, BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ ആ യുദ്ധത്തെ ഞങ്ങൾ പ്രതിരോധിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ പ്രതിരോധിക്കും. നാട്ടലുണ്ടെങ്കിൽ തടയേ, അതിന് പ്രാപ്തിയുള്ളവനുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വാ. ഞങ്ങളത് വെല്ലുവിളി തന്നെ എടുക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരനോടുള്ള വെല്ലുവിളി, കോൺഗ്രസുകാരനോടുള്ള വെല്ലുവിളി. നാട്ടലുണ്ടെങ്കിൽ നീയെ സുരേഷ് ഗോപിയോ ഞങ്ങളോടോ BJPയോടോ സംവിധാനത്തിനോടോ എതിർക്കാൻ തെരുവിലേക്ക് വാ. നമുക്ക് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായ ഇടപെടലുകളുടെ BJP നടത്തുന്നതിന്റെ തുടക്കം മാത്രമാണ്. ഭാവിയിൽ കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.